വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നേരത്തെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ക്രാഷ് ടെസ്റ്റിൻ്റെ. അതിൻ്റെ ബാക്കി കാറിൻ്റെ ക്രാഷ് ടെസ്റ്റാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏതോ ഒരു വണ്ടിയാണ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ വണ്ടി എടുത്ത് ക്രാഷ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഉണ്ടായിരുന്നു നമ്മൾ തെറിച്ചു പോയി ഗൈസ് അതിൽ നിന്ന്. വണ്ടിയുടെ ബോണറ്റും പോയി, പിന്നെ ഡോർ ഇളകിപ്പോയി തോന്നുന്നു. വേറെ എന്തോ ഫ്രണ്ടിലൊരു കുഴി. എൻ്റെ ആരെയും കണ്ടിടിച്ചിട്ടോ? നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാറ് ഇന്ന് ചിലപ്പോൾ ഒരു 5 കാറൊക്കെ കാണത്തുള്ളൂ, പറയാൻ പറ്റത്തില്ല. നമ്മൾ പെട്ടെന്ന് വീഡിയോ ഞാൻ അടുത്ത വണ്ടി എന്ന് വെച്ചാൽ എന്താണ് വണ്ടി? 4000 ഏതാണ്? പോർഷയാണ്. പോർഷ അറിയത്തില്ല, ഭയങ്കര സ്പീഡൊക്കെ കാണും. ഇത് നോക്കാം, പറത്തിയും കൂടാ. പോർഷ പറക്കുന്നതൊക്കെ ഉണ്ട്. പോർഷ നല്ല രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. തെറിച്ചു പോയി. ഞാൻ വിചാരിച്ച് ഇങ്ങനെയുള്ള ചില വണ്ടികളുണ്ട്, ആ വണ്ടികളൊന്നും ഒട്ടും കൊള്ളത്തില്ല ഗൈസ്. ഇപ്പം തന്നെ നമുക്ക് 2 വണ്ടിയായിട്ടുണ്ട്. എന്നാൽ വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല. വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിയതല്ലാതെ ഒന്നും പറ്റിയില്ലേ. ഇതെന്ത് വണ്ടിയുടെ ഇത്? കാര്യമൊന്നുമില്ല. നിസാഞ്ചിച്ചേറൊക്കെ ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു, ഒരു ചുക്കും പറ്റിയില്ല. താറിനും അധികം ഒന്നും പറ്റിയില്ല. ഗ്ലാസ് പൊട്ടിത്തെറിച്ച് ഞാൻ തെറിച്ച് പോയതല്ല. കൊള്ളാം പോർഷ്. നമുക്ക് ഇന്ന് എന്തായാലും ഈ പോർഷിൽ പോവാം. കിട്ടി. കൊള്ളാം. ജസ്റ്റ് നല്ലൊരു ഇടി ഇടിച്ചപ്പോൾ ഒന്നും പറ്റാത്ത വണ്ടി. ജസ്റ്റ് ഒരു റെയിൽവേ പാളം കയറിയപ്പോൾ അതിൻ്റെ ഡോറും ഇളകി, ഫ്രണ്ടിലത്തെ ബമ്പറും ഇളകി, ബാക്കിലത്തെ ബമ്പർ ഇടിച്ചിരിക്കുന്നു. അത് കൊള്ളല്ലേ. അത് ഇളക്കിയിട്ട് നമുക്ക് ഇറങ്ങി സമയം കളയണ്ട. 2 വണ്ടിയായിട്ടുണ്ട്, 2 വണ്ടി. നമ്മൾ ചിലപ്പോൾ ഇനി തൊട്ട് കളിക്കാൻ പോകുന്ന വേറെ ഗെയിംസ് വല്ലതും ആയിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു സ്കോർപിയോ ആണെന്നല്ലേ. ആണ് നമ്മുടെ സ്കോർപിയോ. ഇന്ത്യയിലൊക്കെ കാണുന്ന സ്കോർപിയോ ആണ്. ഫ്രണ്ട് ഇതെനിക്കിഷ്ടമല്ല. ഈ ഫ്രണ്ട് കണ്ട ഒരു രസമില്ല. ഇൻറ്റീരിയറൊക്കെ സെറ്റ്, ഇൻറ്റീരിയറൊക്കെ കൊള്ളാം. മഹീന്ദ്രയുടെ വണ്ടിയൊക്കെ എന്നാ ക്വാളിറ്റിയാ. ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി കാണത്തില്ല. എവിടാ കാണുന്നത് ഇത്രയും ക്വാളിറ്റിയുള്ള വണ്ടി? ഒന്നും പറ്റിയില്ലെങ്കിലും എന്താ, നമ്മൾ തെറിച്ചു.
എന്തായാലും നമ്മൾ ചാവും. അപ്പോൾ ഈ വണ്ടി സേഫ് അല്ല. വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല, പക്ഷേ എൻ്റെ ഡോറും ചെറിയ ഇതുണ്ട്. വണ്ടിക്ക് എന്തോ ചരിവ് പോലെ തോന്നല്ലോ ഇന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ചിലപ്പോൾ ക്രാഷ് ടെസ്റ്റ് ചെയ്ത് തന്നെ ഇരിക്കും. ഇപ്പോൾ നല്ല ഇതിൻ്റെ ഒരുമാതിരി സൗണ്ടാ. പക്ഷെ 4 അടുത്ത വണ്ടിന്ന് വെച്ചാൽ ഇത് തന്നെ സ്കോർപ്പിയോ തന്നെ. വ്യത്യാസമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ബമ്പർ വ്യത്യാസമുണ്ട്. പക്ഷെ നല്ല ലുക്കാണ്. എനിക്കത് ആ സ്കോർപ്പിയോ ഇഷ്ടം. എടുക്കുന്നെങ്കിൽ ഞാൻ ആ സ്കോർപ്പിയോ എടുക്കുക. ഒറിജിനലല്ല, ഈ സ്കോർപ്പിയോ നാളെ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ആ സ്കോർപ്പിയോ എടുക്കത്തുള്ളൂ. അതാ ഇപ്പോൾ കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാം, പിന്നെ എന്തിനു കാണിച്ചു തരണം. ഇത് പിന്നെ ഇച്ചിരി നല്ല ഫ്രണ്ട് ഫ്രണ്ട് കണ്ട ഇങ്ങനത്തെയാണ്. ഇതിൻ്റെ ഫ്രണ്ടും വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ ബമ്പറും ഇതൊക്കെ മാറ്റിയെന്നല്ലാതെ വേറൊരു വ്യത്യാസവും ഇല്ല. നമ്മൾ ഇടിക്കല്ലേ വണ്ടിയുടെ ക്രാഷ് ടെസ്റ്റ്. മഹീന്ദ്രയുടെ വണ്ടി വെറും ഒറിജിനലി മഹീന്ദ്രയുടെ വണ്ടിയൊക്കെ നല്ല കിണ്ണം വണ്ടികളാണ്. ഒരു പ്രശ്നമില്ലാത്ത വണ്ടികളാണ് മഹീന്ദ്രയുടെയൊക്കെ. പക്ഷേ ഇത് ഗെയിമാണല്ലോ, അപ്പോൾ ഗെയിമിൻ്റെ ആയിരിക്കും വണ്ടി ഇങ്ങനെയൊക്കെ കിടക്കുന്നത്. ചില ഗെയിമിലാണെങ്കിൽ വണ്ടിക്കൊന്നും പറ്റത്തില്ല, നമ്മളെവിടെ ഇടിച്ചാലും ഒന്നും പറ്റത്തില്ല. നമുക്ക് ഏതാണ് വണ്ടി? 4ാമത്തെ വണ്ടി കേട്ടോ. 1 2 3 4. അപ്പോൾ ഇനി ഏതാ വണ്ടി? 2000. ഇത് നല്ല വണ്ടിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാറുണ്ട്, നമ്മുടെ റോൾസ് റോയ്സ് ആണ്. ഇത് പിന്നെ എനിക്കിഷ്ടമാണ്. റോൾസ് റോയ്സൊക്കെ ഒറിജിനലി കിട്ടത്തില്ലല്ലോ, അപ്പോൾ ഞാൻ ഇതിലെങ്കിലും ഓട്ടിക്കാറുണ്ട്. റോൾസ് റോയ്സിനൊന്നും പറ്റത്തില്ലായിരിക്കും. റോൾസ് റോയ്സ് അല്ലേ ഏറ്റവും നല്ല വണ്ടി ഈ ലോകത്ത്. ഒന്നും പറ്റത്തില്ല റോൾസ് റോയ്സിന്. ഉണ്ടാ ഒന്നും പറ്റിയില്ല, നമുക്കൊന്നും പറ്റിയില്ല. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലത്തെ ബമ്പർ പോയല്ല, ഒന്നും പറ്റിയില്ല. സിമ്പിൾ. ഇങ്ങനൊരു വണ്ടി ഒരുത്തരും കണ്ടില്ല. എന്തിന് റോൾസ് റോയ്സിൻ്റെ കമ്പനി പോലും കണ്ടില്ലായിരിക്കും ഇങ്ങനൊരു വണ്ടി. ഒറിജിനലി റോൾസ് റോയ്സ് ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും ആക്സിഡൻ്റ് അധികം ഉണ്ടായിട്ടുമില്ല. എന്താണ് ഇത് പിന്നെ ഒന്നും പറയാനില്ല. വെറൈറ്റി കാർ ഡോറൊക്കെ ലക്ഷൂറിയസ് ഡോറാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് തീരുവാണ്. അതിന് മുമ്പ് ഞാൻ ഇവിടെ എന്തുവായിരുന്നു അതിൻ്റെ 3000 വേണ്ട, നമുക്ക് 400 വിളിക്കുമ്പോൾ ഒരു ബൈക്ക് വരുമല്ലോ. ഈ ബൈക്ക് നമുക്ക് വീട്ടിൽ എന്തായാലും പോവാം, പുറത്തുവിടാം. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പാർട്ട് 3 വീഡിയോ എന്തായാലും കാണും.
ഇതിങ്ങനെ പാർട്ട് 2, പാർട്ട് 1, പാർട്ട് 3 എന്ന് പറഞ്ഞ് കുറേ എപ്പിസോഡ് കാണും. പിന്നെ ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ആദ്യത്തെ വീഡിയോ ആണെങ്കിൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തുവാ ഇതിൻ്റെ പാർട്ട് 2, പാർട്ട് 1 കൂടെ കാണണം. ഇനി വരാൻ പോകുന്ന പാർട്ട് 3 കാണണം. ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേറെ വല്ല ഗെയിമും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഗെയിമിൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ ആ ഗെയിമിൻ്റെ വീഡിയോ ഇടും. ഇല്ലെങ്കിൽ ഞാൻ തനിയെ വേറെ എനിക്കറിയാവുന്ന എല്ലാ ഗെയിമും. ഇതെങ്ങനെയാടാ നമ്മൾ വീഴുന്നത്? ഭയങ്കര രസമാണല്ലോ. ഈ വണ്ടിയുടെ ഫ്രണ്ട് ഭയങ്കര BMW ബൈക്കിൻ്റെ പോലെ. പിന്നെ എൻ്റെ ടയറും ബാക്കും ഒക്കെ, ടയറൊക്കെ ഇച്ചിരി വണ്ണമുള്ള ടയറാണ്. നമ്മളെന്തായാലും വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. വീട്ടിൽ കാണുന്ന അമ്മച്ചി നമ്മുടെ വീടാണ്. ഒന്ന് ഡ്രിഫ്റ്റ് അങ്ങ് ചെയ്ത് നമ്മുടെ വണ്ടി നമുക്ക് ഇങ്ങോട്ടങ്ങ് അതിൻ്റെ ഫ്രണ്ട് ഉണ്ടോ? നമുക്കെന്തായാലും നമ്മുടെ വണ്ടി മറിയുവാണല്ലോ. വീണ്ടും വണ്ടി ഇപ്പം മറിഞ്ഞ് ഇതാ കുഴപ്പം. അപ്പുറത്തെ സൈഡിൽ നമുക്കിങ്ങനെ വളച്ച് നിർത്താം. എന്നിട്ട് ഇതെന്തുവാണ്? എന്നിട്ട് ആ സൈഡിൽ നിന്നാണ് കയറിയേ. ഇത് മതി. ഈ സാധനത്തിനായി ഇത്ര നേരം നോക്കിക്കൊണ്ടിരുന്നത്. നമ്മൾ വന്നപ്പോൾ തന്നെ രാത്രിയായി.